ഡാൻ, അതുപോലെ തന്നെ ഈ തോൽവിക്ക് കാരണം പിണറായി വിജയനാണെന്ന ആരോപണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇതടക്കം ഒരു തിരിച്ചടിയായി വരുമെന്ന് പ്രതീക്ഷിക്കാനാകുമോ? അത്തരത്തിൽ വിലയിരുത്തലുകൾ ഉള്ളവരുമുണ്ട്, പാർട്ടിയിൽ അങ്ങനെ അഭിപ്രായമുള്ളവരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൽ മതിയായ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും ഈ 3 ദിവസത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് ആരാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. നിലവിൽ പിണറായിയുടെ പേരിന് തന്നെയാണ് മുൻതൂക്കം. കാരണം തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞ തവണയും നേരിട്ടത് പിണറായി വിജയന്റെ പേര് ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് 99 സീറ്റുകൾ ലഭിച്ചത്. പക്ഷേ ഇത്തവണ ഒരു പിണറായി വിരുദ്ധതയാണോ ഭരണവിരുദ്ധതയാണോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചകളാണ് പോളിറ്റ് ബ്യൂറോയിലും അതോടൊപ്പം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ നടക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് കാരണം എന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തൽ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമായിരിക്കും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.